ഈ 47,000 ഉണ്ടായപ്പോ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തപ്പോ ഹൈദർ മധൂർ അങ്ങനത്തെ കുറച്ച് ടീമുകൾ രംഗത്തിറങ്ങി അല്ലേ? ആ ഹൈദർ മധൂറിനെ ഇവരൊക്കെ രംഗത്തിറക്കിയത് ആരറിയോ? ഇന്ന ചികിത്സ പഠിപ്പിച്ച ഉസ്താദിന്റെ മക്കൾ. ഈ ഉസ്താദാണ് മഞ്ചേരി പന്തലൂരിലെ PMS പൂക്കോയ തങ്ങളെ ഓലാണ് അന്ന് വിവാദത്തിന് തീ കൊളുത്തിയത്. അങ്ങനെ എൻ്റെ കൂടെ ആ തങ്ങളെ മോന് ജോലി ചെയ്തിരുന്നു ബോംബെയിൽ. അന്ന് ബോംബെയിൽ ജോലി ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോസാണ് എന്തേന് ആ ബസ്സിലങ്ങനെ കുറച്ച് ഇതും ആ ഫോട്ടോസാണ് എന്താണത് ഓല് പുറത്ത്. അങ്ങനെ അന്ന് ഈ ഫോട്ടോ പുറത്ത് വിട്ടപ്പോ അന്ന് ആ ഫോട്ടോ പുറത്ത് വിട്ടപ്പോ 47,000 ഉള്ളത് എന്തായി? 5,000. അങ്ങനെ ഇതെന്താ നിങ്ങൾ അറിയേണ്ട കഥകളാണ്. അങ്ങനെ എന്തായിട്ട് ഒരു ദിവസം ഹൈദർ മധൂറിനെ വിളിച്ചു. അന്ന് 4 കൊല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് 47 പോയിട്ട് 5 എല്ലാരും പോയി. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്. അതെല്ലാവരും എന്ത് ചെയ്യും? കാണും. ഒരു മനുഷ്യനെ കുറിച്ചിട്ട് കുറേ ആളുകൾ നിരന്തരമായിട്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ജനങ്ങൾക്ക് എന്താവും? വെറുപ്പാവും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരം വൈകിയിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ സെറ്റിൽ ആയിക്കൊള്ളുന്നത്. അങ്ങനെ കുറെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. പിന്നെ ഒരു വർഷം ഒരു മുണ്ടിയില്ല. വീണ്ടും എന്തായി? നമ്മളെ മജ്‌ലിസ് പഴയതുപോലെ തന്നെ എന്തായി? വീണ്ടും നമ്മളെ മജ്‌ലിസ് എന്തായി? പഴയതുപോലെ ആയിട്ട് പിന്നെ ഒരു അടുത്ത് വിളിച്ച് 10 ലക്ഷം റുപ്യ വേണമെന്നാണ്. ഇപ്പൊ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു 10 ലക്ഷം റുപ്യ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു 10 ലക്ഷം തരൂലാണ്. മനസ്സിലായോ? 10 ലക്ഷം റുപ്യ തരൂലാണ് പറഞ്ഞു. പിന്നെ അതെന്തായി? പിന്നെ ഒരു കുറെ അങ്ങോട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അത് നേറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനുവരി 31-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇവിടെ എല്ലാ വെള്ളിയാഴ്ച എന്തുണ്ടാവും? 12 മൊയ്ലിമാർക്ക് ചോറ് കൊടുക്കലുണ്ട്. 12 ഉസ്താദുമാർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഞാൻ വന്നപ്പോ അദ്ദുനോട് പറഞ്ഞു, തങ്ങളൊരു വോയിസ് മെസ്സേജ് ഉണ്ട്, 6 മിനിറ്റ് ഉണ്ട്, അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട്. ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ അറിയാം? ആർക്ക് ഇംഗ്ലീഷ് അറിയാം? പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് മെസ്സേജ്. അങ്ങനെ ഇമ്പോർട്ടന്റ് മെസ്സേജിന് എന്തുണ്ട്? ഞാൻ കണ്ടെന്നല്ല, ഞാൻ നോക്കിയപ്പോൾ അതിലുണ്ട്, നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്ന ശിഹാബ് തങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കണം. അയാൾ അതൊന്നും ഇതിന് വരണ്ടേട്ടാ. അയാൾ അതിന് കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല. അയാൾ വളരെ മോശമാണ്. അയാൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താട്ടി അവിടെ സ്റ്റോപ്പാക്കി. തിരിച്ച് ഞാൻ മറുപടി കൊടുത്തു. ഞാൻ ഉസ്താദുമാർക്ക് ചോറ് കൊടുക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് കുറച്ച് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാന്ന്. അപ്പൊ ഇതിന് പൈസ വാങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൈസ വാങ്ങിയ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ കൈജാത്താണ്ടൊക്കെ വാങ്ങിയ 2 ലക്ഷം എല്ലാരോടും. ചാവക്കാടുന്ന് ഇവിടെ പിന്നെ ഒരു കുടുംബത്തിന്റെ വീടൊക്കെ പോയി. അതെന്താ ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നിന്ന് നമ്മളോട് അന്വേഷിച്ചില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ താത്താന്റെ വോയിസിലുണ്ട്, എനിക്ക് 60 ചില ഉറുപ്പ് ചെലവഴിക്കണേന്ന്. ഇത്ര അപ്പൊ ഞാൻ എന്താട്ടി തിരിച്ചങ്ങോട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ എന്താട്ടി ഉസ്താദുമാർ ചോറ് കഴിച്ച് ഉസ്താദുമാർ പോയി ഞാൻ തിരിച്ചു വിളിച്ചു. അതാണ് ഞാൻ ചെയ്ത ചാറ്റിങ്. മനസ്സിലായോ? അല്ല, ഞാൻ പറയാം.
തിരിച്ച് ഞാൻ അവരെ വിളിച്ചു. അതാണ് അവര് ഞാൻ 8 മാസം സത്യത്തിൽ അവര് പറഞ്ഞത് തെറ്റിയതാണ്. 8 മാസം ഓല് തമ്മിലായിരിക്കും ചാറ്റ് ചെയ്തിക്ക. ആര്? യാവതങ്ങളും ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആ പിള്ളേ നിൽക്കുന്നില്ല അവര് ഇതില്. കാരണം അവരെ ലക്ഷ്യം എന്നെ തകർക്കുക എന്നുള്ളതാണ്. അവർ അതിന്റെ മുന്നത്തെ മറുനാടൻ ചാനലിൽ അവർ പറയുന്നുണ്ട്, ഞാനിത് പൂട്ടിക്കും. പക്ഷെ ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത് നമ്മളെ ആൾക്കാരാണ്, നമ്മളെ ആളുകളാണ്. എന്റെ വിഷയം ഒരു തങ്ങന്മാർക്കും മൊയിലേമാർക്കും പണിയില്ല. ഏറ്റവും വലിയ വിഷയം അതാണ്. പിന്നെ നമുക്കിഷ്ടം പോലെ പൈസ ആളുകൾ കൊണ്ടുതരുന്നുണ്ട്, അതും ഒരു വിഷയമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ പൂട്ടിയാലേ മറ്റേ തങ്ങന്മാർക്കും മൊയിലന്മാർക്കും എന്താവുള്ളൂ, പണി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മളെന്ത് ചെയ്യണം, അവര് ഇല്ലാതെയാക്കണം. അപ്പൊ ഇവര് പിന്നെ എന്താട്ടെ ഈ വോയിസ് പ്ലേ ചെയ്യുന്നില്ല. ഈ അങ്ങനെ നേരോ മാഷാ അല്ലാഹ് ഇത്ര ചുരുക്കുള്ള പുതിയ ആക്കുള്ള അല്ല ബർക്കത്തിയായിട്ട് ഞങ്ങൾക്കൊക്കെ അവാർഡ് തരുന്നുണ്ട് ഞാൻ. പിന്നെ അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചു, അവരോട് സംസാരിച്ചു. അവര് സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് എന്താ, നിങ്ങൾ ശിഹാബ് തങ്ങളെ ഒഴിവാക്കണം. ശിഹാബ് തങ്ങൾ ഒഴിവാക്കണം എന്ന് മാത്രമേ താത്ത പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു തെളിവ് തരും, തെളിവ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യാം. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് അയച്ച ഒരുപാട് വോയിസ് ഉണ്ട്, ഒരുപാട് മെസ്സേജ് ഉണ്ട്, ആരും ശരിയില്ല. അതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, അവരോട് തെളിവ് ചോദിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് ചെയ്തോളി. അതാ പറയുന്നുണ്ടല്ലോ അല്ലേ വോയിസിൽ അല്ലേ, നിങ്ങൾ പോയി കേസ് കൊടുക്കേ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്തോളി തീരുമാനിച്ചോന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതാണ് ഞാൻ 8 മാസം നടത്തിയ ചാറ്റിങ്. അങ്ങനെ ഇവര് കേസ് കൊടുത്തു. എവിടെ? നാട്ടുകാരിൽ ഇവർ കേസ് കൊടുത്തത് എന്താ, അവിടെ നടക്കുന്നതൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ്. ഇവിടുത്തെ അടിമിമാരൊക്കെ ഫ്രോഡാണ്. അടിമിമാര് ഒക്കെ ഫ്രോഡാണ്. അവിടെ അയാളെ കാണാൻ ചെന്നാൽ അങ്ങനെ കാണാൻ കിട്ടൂല. എന്നെ അവര് മന്ത്രിക്കാൻ വേണ്ടി കയറ്റി. അപ്പോൾ എന്നോട് കണ്ണ് ചിമ്പാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജോലിക്കാരോട് പറയലുണ്ട്, അതൊന്നും ഇസ്ലാമിക ചികിത്സ അല്ല, ഈ കണ്ണ് ചിമ്പിട്ട് മന്ത്രിക്കലൊന്നും എന്തില്ല. ഇവര് ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല. ഈ കണ്ണ് ചിമ്പിക്കുന്നത് ഞാൻ ഈ ലൈവ് കേട്ടത് അപ്പോൾ ഞാൻ അറിയണേ കേൾക്കണങ്ങൾ. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. അപ്പൊ അപ്പോ കേസ് കൊടുത്തത് എന്താ അറിയോ, ഈ താത്താനെ മന്ത്രിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഇങ്ങോട്ട് നോക്ക്, മന്ത്രിക്കാൻ വേണ്ടി ഇരുത്തിയപ്പോ എല്ലാവരോടും കണ്ണ് ചിമ്പാൻ പറഞ്ഞു. അപ്പൊ ഇവൾ ഇടങ്ങണ്ണിട്ട് നോക്കിയപ്പോ സ്ത്രീകളെ വേറെ ഇവിടെ പിടിച്ചനെ കണ്ടു എന്നാണ് ആര് പറയുന്നത്. ഇവള് പറഞ്ഞു. പക്ഷേ ഓൾക്ക് തെറ്റി. ആ മന്ത്രിക്കുന്ന റൂമും CCTV ഉണ്ടെന്ന് നമുക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയോ, ബെഡ്റൂം മാത്രമേ CCTV അല്ലാത്തുള്ളൂ. ഇവിടെ ബെഡ്റൂം എന്തില്ല, CCTV അല്ല. പുറത്ത് 8 ക്യാമറ ഉണ്ട്, അകത്ത് 6 ക്യാമറയുണ്ട്. ഇതെന്തായില്ല ഓക്ക്, അങ്ങനെ എന്താറ്റി. അപ്പൊ അതിന് ഞാനെന്തില്ല, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തില്ല ഇത് വെച്ചില്ല. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യാലോ വെച്ചു. ഇതൊന്നും ആരും കാണാതെ നമ്മളൊക്കെ വെച്ചിരിക്കണം. അപ്പോ പിന്നെ കേസ് കൊടുത്ത് അവിടെ എങ്ങനെ നടക്കുന്നുണ്ട്. പോലീസ് വിളിച്ചു, ഞങ്ങളെ കുറിച്ചിട്ടൊരു ആശയം വന്നിട്ടുണ്ട്, പിന്നെ എന്നതാണ്. ഞാൻ പോയി. അപ്പൊ എന്നോട് നിങ്ങൾ 2 ആവശ്യം ഉണ്ടായിരുന്നില്ല പോലീസ്.
അതൊക്കെ കുഴപ്പമില്ല എന്നോടിങ്ങനെ ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണെന്നറിയാം, അങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കണം. കാരണം നിയമം എല്ലാവർക്കും എന്താണ് ഒരുപോലെ വേണ്ടേ? തീർച്ചയായിട്ടും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നടപടി എടുക്കേണ്ടത്. അതിൽ പിന്നെ ഞാൻ പറഞ്ഞു, സാറ് എന്ത് ചെയ്തോട്ടെ, തെളിവ് കൊടുന്നോട്ടെ, തെളിവ് കൊടുന്നോട്ടെ. അപ്പം എന്നോട് പോലീസുകാരനോട് തെളിവുണ്ട്, സന്തോഷമല്ലോ. അപ്പം എന്നോട് പറഞ്ഞു മെയിൻ കംപ്ലൈൻറ്റ് ആരുടെ പേരില്ല? ഷിഹാബ് തങ്ങളെ പേരിലാണ്. ഷിഹാബ് തങ്ങൾ പൈസ വാങ്ങി അതൊരിക്കലും നിങ്ങൾക്കൊരു ബൈറ്റ് ഞാൻ തരാം പോരെ? യൂട്യൂബർമാരുണ്ട് കൊടുത്തിട്ട് അല്ല, നിങ്ങളല്ല വേറെ ആൾക്കാരെ നിങ്ങൾക്കൊരു ഇത് തരാം. നിങ്ങളൊന്നും എന്ത് ചെയ്യേണ്ടത്, ഷിഹാബ് തങ്ങൾ അനുകൂലിക്കുന്ന പോലെ ഉണ്ടാവും. എനിക്ക് നിങ്ങളെ പേടിയാണ്, തമാശ പോലല്ല. എന്നോട് പോലീസ് ഒരു കാര്യം പറഞ്ഞു. അല്ല, പോലീസിൽ പറഞ്ഞെന്തറിയോ, തങ്ങൾ ഈ കസാലയിൽ ഇരുന്നിട്ട് മറ്റേ കസാലയിൽ നീങ്ങുന്നത് മറ്റു ശത്രുക്കൾ അറിയേണ്ടത്. റമദാൻ മാസം നോമ്പ് നോച്ചിട്ടാ പറയണേ. ഞാന് ഈ കസാലയിൽ ഇരുന്നിട്ട് അടുത്ത കസാലയിൽ ഇരിക്കണത് അറിയുന്നുണ്ട്, അറിയോ? അപ്പോ നമ്മളെന്താ, നിങ്ങൾക്ക് എൻ്റെ പെങ്ങന്മാർ, നമ്മള് ഒരുപാട് കൂടെ പട്ടിങ്ങളുണ്ട്. അപ്പോൾ ഓലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള സമയമില്ലായിട്ടാ. അവരൊക്കെ കുറേ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരായി പോകും. അല്ല, അതിലൊന്നും എനിക്കെന്തില്ല, വലിയ വിഷമങ്ങളൊന്നുമില്ല. അങ്ങനെ എന്താട്ടി പോലീസോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഓരോരുത്തരും പൈസ ഒന്നും വാങ്ങിയിട്ടില്ല, വാങ്ങിയിട്ട് അങ്ങനെ ഷിഹാബ് തങ്ങൾ വിളിപ്പിച്ചു പോലീസുകാർ. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പോലീസുകാർ എന്താട്ടി ഷിഹാബ് തങ്ങൾ വിളിപ്പിച്ചു. ഷിഹാബ് തങ്ങൾ മൊഴിയെടുത്തപ്പോൾ പിന്നെ ഷിഹാബ് തങ്ങൾ അങ്ങനെ എന്താട്ടി പോയി. അപ്പോൾ പോലീസുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളിപ്പോൾ എന്ത് കാര്യം ചെയ്തോളി, എന്തെങ്കിലും കാട്ടിയിട്ട് അവളൊന്ന് സെറ്റിൽമെന്റ് ചെയ്തോളി, പൈസ കൊടുത്തിട്ട് സെറ്റിൽമെന്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുക്കൂല, ഞാൻ എന്തിനാ കൊടുക്കില്ല, ഞാൻ കാര്യം പോലീസുണ്ട്. അങ്ങനെ ഷിഹാബ് തങ്ങളെ അത് വിളിച്ചു. ഷിഹാബ് തങ്ങളെ ഞങ്ങളെന്ത് ചെയ്തോളി, ആ പൈസ കൊടുത്തിട്ട് സെറ്റിൽമെന്റ് ചെയ്യുന്നതാണ്. അത് നിനക്ക് പ്രശ്നമില്ല, അതൊക്കെ തങ്ങൾ മുസ്തഫയെ കൊടുങ്ങ. അദ്ദൂനെ വിളിച്ചു. അത് ചൂടായിട്ട് ഫോൺ വെച്ചു. കേൾക്കണങ്ങള്, ഒരു പട്ടിണി കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു ഗതിയില്ല. അങ്ങനെ ഞാൻ എന്നെ കൂടെ കൂട്ടിയതാണ്. അങ്ങനെ അതൊന്നും എനിക്ക് ബാധിക്കൂല, അതൊക്കെ തങ്ങളെ കൊടുങ്ങ. അത് അദ്ദൂനോട് പിറ്റേന്ന് ഞാൻ ആളെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചു തന്നെയാണ്. ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചു. ഞാൻ പറയുന്നത് പണിക്കാരണ്ട പറയണ്ടേ, ഞാൻ പറയുന്നത് എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് പണിക്ക് വരാൻ പാടില്ല. അങ്ങനെ എന്താട്ടി അത് കഴിഞ്ഞു. അങ്ങനെയാണ് താത്ത ഒരു രംഗത്ത് വരുന്നത്. ഈ താത്ത രംഗത്ത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, അയാളെ ഒഴിവാക്കാൻ എന്നോട് പറയുകയും ചെയ്തു. അയാൾ കേസും കൊടുത്തു, ഒന്നും കൊണ്ട് നടപടിയില്ല. അപ്പോൾ താത്ത പറഞ്ഞു, ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും അയാളെ മൂട്ടിലാണ് ഇവരുള്ളത്. അപ്പോൾ ഇവർ തമ്മിലൊക്കെ അത് വീഡിയോ പറയണ്ട. അങ്ങനെ ഞാൻ അറിഞ്ഞത്. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവർ തമ്മിൽ ഒന്നാണ് പറഞ്ഞു. അപ്പോഴത്തിന് ഈ താത്താന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ ശത്രുക്കളുണ്ട്. അത് ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ഇബ്നു സി. മനസ്സിലായോ? ഇബ്നു സി അല്ലല്ലേ, അങ്ങനെ അയാളെ സർട്ടിഫിക്കറ്റ് അയാള് ഒരു ഇബ്നു സിനാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം സദസ്സിൽ വെച്ചൊരു സർട്ടിഫിക്കറ്റ് തന്ന ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അന്ന് അയാൾ എന്താ വന്നറിയോ, ഞാൻ നിങ്ങളെ തങ്ങളുടെ പരിപാടി എവിടെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും, ജീവൻ ഉണ്ടെങ്കിൽ 33ാമത്തെ മജ്‌ലിസ്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് എന്ത് ചെയ്ത് ഞാൻ ആധാർ കാർഡ് കൊടുക്കുന്നത്. അപ്പോ ഈ ആരോപണം പറഞ്ഞ സ്ത്രീ
ഈ ആരോപണം പറഞ്ഞ സ്ത്രീ അവിടെ അടിഞ്ഞിട്ടാണ്. എവിടെ? ഇബ്നു സിനയില്